ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നല്ല ഫ്രഷ് മത്തങ്ങ കിട്ടുമ്പോൾ ഒട്ടും സമയം കളയാതെ വെറും 10 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നാടൻ വിഭവമാണ് ഇന്നത്തെ വീഡിയോ. തേങ്ങ വറുത്തെടുക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ഒരു കോംബോ കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വേഗം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കൊരു കുക്കർ എടുക്കാം. അതിലോട്ട് 1 പെയറാണ് കേട്ടോ, ഒരു അരക്കപ്പ്, ചെറിയൊരു കപ്പിന് അരക്കപ്പാണ് എടുത്തിരിക്കുന്നത്. നന്നായി വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷമാണ് കേട്ടോ, നന്നായി കഴുകിയിട്ട് നമുക്ക് കുക്കറിലോട്ട് ചേർത്തി കൊടുക്കാം. വേവിച്ചെടുക്കാനുള്ള വെള്ളം കൂടിയും ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ഒരു 3 വിസിലടിക്കുന്നത് വരെ കാത്തിരിക്കാം. അപ്പോഴേക്കും ചെറിയൊരു പരിപാടിയും കൂടി, നമ്മുടെ മത്തൻ എടുക്കാം. അപ്പോൾ 1 കിലോ മത്തനാണ് ഇത്. ഇതിൻ്റെ പകുതി കട്ടാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 1/2 കിലോ മത്തനാണ് കേട്ടോ നമ്മളിവിടെ എടുക്കുന്നത്. നന്നായി നമുക്ക് കട്ടാക്കിയിട്ട് അതിൻ്റെ തൊലിയും അതിൻ്റെ കുരുവും ഒക്കെ നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ടാക്കിയെടുക്കാം. ഇതുപോലെ കട്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസിൽ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നന്നായി കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ പയറൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ, ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളത്തിലിട്ടിട്ട് മത്തനും കൂടിയും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കട്ടാക്കി വെച്ച മത്തനും കൂടി ചേർത്തി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഒരു 1/4 കപ്പ് കുറച്ചുകൂടി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നന്നായിട്ട് തന്നെ. അപ്പോൾ പിന്നെ കുറച്ച് നമുക്ക് നന്നായിട്ട് കൂട്ടാൻ ലൂസായി വരും. അപ്പോൾ ഒരു 1/4 കപ്പോളം ചേർത്തി കൊടുത്താൽ മതി. അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിലടിച്ചാൽ മതി. ആ സമയം കൊണ്ട് അരപ്പും കൂടിയും ചേർക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് തേങ്ങയും ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും 2 എരിവുള്ള നല്ല പച്ചമുളകാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചുവന്നുള്ളിയും ചേർത്തി കൊടുക്കാം. ഒരു 5-6 അല്ലി ചുവന്നുള്ളിയും കുറച്ച് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുത്തിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇത് അരച്ചെടുക്കേണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇതുപോലെ ഒതുക്കിയെടുത്താൽ മതി കേട്ടോ, കൂടുതൽ അരയരുത് കേട്ടോ. നമ്മൾ ഇതിലുള്ളൊരു ഹൈലൈറ്റ് പറഞ്ഞ തേങ്ങ ഇത്ര എടുത്താൽ മതി, ഒതുക്കിയെടുത്താൽ മതിയേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി ശേഷം മത്തനൊക്കെ നന്നായിട്ടും വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് പാകത്തിനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇനി തേങ്ങ അരപ്പും കൂടി ഇതിലോട്ട് ഞങ്ങൾക്ക് മുഴുവനായിട്ട് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിൻ്റെ ഒരു പച്ചച്ചോയൊക്കെ ഒന്ന് മാറുന്നത് വരെ ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ആ പച്ചമുളകിൻ്റെ ജീരകത്തിൻ്റെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോൾ മുഴുവനായിട്ട് നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ തിളച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തിടാം. കൂടെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി താളിക്കുമ്പോൾ വരുന്ന ആ ഒരു മണം അത് അനുഭവിച്ച് തന്നെ അറിയണം. ഇനി നമ്മുടെ ഈ കൂട്ടാനിലോട്ട് നമുക്ക് ഒഴിച്ചെടുത്ത് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ ഈ നാടൻ വിഭവത്തിൻ്റെ ഈ രുചി വരുന്നത് കൃത്യമായി ഈ ഒരു താളിക്കലിലൂടെയാണ്. ഇനി ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. വറുത്തരക്കാതെ തന്നെ നല്ല കൊഴുപ്പുള്ള ഈ കറി മാത്രം മതി ചോറ് മുഴുവൻ കഴിക്കാൻ. ചൂട് ചോറിലേക്ക് ഈ മത്തങ്ങയും പയറും ചേർത്ത് നാടൻ ഈ കൂട്ടാൻ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കാനോ ആലോചിക്കാനും കൂടി വയ്യാം. ഇതാ നോക്കൂ, നല്ല പാകത്തിന് വെന്ത മത്തങ്ങയും വൻപയറും നല്ല ക്രീമി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ പണി. വറുത്തരയ്ക്കാതെ നല്ല നാടൻ രുചിയുള്ള മത്തൻ പയർ കറി തയ്യാർ. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായിട്ട് ഇൻഷാല്ലാഹ് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.